നമ്മളിപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 1200-നപ്പുറം വരും എണ്ണം നമ്മളെടുക്കുമ്പോൾ. അതിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലേക്ക് ത്രിതല പഞ്ചായത്ത് സമ്പ്രദായം. നമ്മുടെ ഭരണഘടനയുടെ ഭേദഗതി വന്നതിന് ശേഷം പഞ്ചായത്ത് രാജ് ആക്ട് വന്നപ്പോൾ അങ്ങനെയാണല്ലോ. നഗരപാലിക ആക്ട് അതിനെ തുടർന്ന് തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റികളും അതുപോലെ തന്നെ കോർപ്പറേഷനുകൾ, നഗരസഭകളും ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൻ്റെ സമൂഹം എന്നുള്ളത് വളരെ ഈ പൊളിറ്റിക്കലി സ്പിരിറ്റഡ് ആണ്, പൊളിറ്റിക്കലി കോൺഷ്യസ് ആണ്. അവർ ബഹുഭൂരിപക്ഷം ജനങ്ങളും അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് അവരെല്ലാവരും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ചേരിയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായ ഒരു മുന്നണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തിക്കൊള്ളുമെന്നുള്ളത് അത് വളരെ കുറച്ച് പേരായിരിക്കും. പക്ഷേ എങ്കിലും ജനങ്ങൾക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ കേരള സംസ്ഥാനത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റേതായ ഒരു ചരിത്രം നമ്മുടെ പ്രേക്ഷകർ അതുകൂടി അറിയണമല്ലോ. 1953 ഈ തിരുവിതാംകൂറിലും കൊച്ചിയിലും അത്തരത്തിൽ ഐക്യ കേരള സംസ്ഥാനം നിലവിൽ വരുന്നതിന് മുമ്പുള്ള ഈ പഞ്ചായത്ത് ആക്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് 1953 അന്ന് ഈ മലബാർ, അന്ന് മദ്രാശി പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാറിൽ അതിൻ്റെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. അല്ല, VMS നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ ഭാവിയിലെ ഭൂപരിഷ്കരണ നടപടികളുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ മലബാറിലെ ഈ ഭൂവുടമ അതുപോലെ ഈ കർഷകർ അവരുടെ ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള അവിടുത്തെ അന്നത്തെ ഭൂരിപക്ഷ തീരുമാനത്തിന് വിരുദ്ധമായ അദ്ദേഹത്തിൻ്റെ ഒരു വിയോജനക്കുറിപ്പുണ്ട്. ഞാൻ കുറച്ച് സമയമുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനത്തിലാണ് കൃഷിഭൂമി കർഷകൻ എന്നുള്ളൊരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നത്. അത് സാക്ഷാത്കരിക്കുന്നത് പിന്നീട് കേരളത്തിലാണ്. അതിൻ്റേതായിട്ടുള്ള തുടക്കം കുറിക്കുന്നത് 1957 VMSൻ്റെ ഗവൺമെൻറ് ആ ഭൂപരിഷ്കരണ നിയമം അതിൻ്റെ മറ്റ് നാൾ വഴികൾ നമുക്കറിയാവുന്നതുകൊണ്ട് കിടക്കുന്നില്ല. ഐക്യകേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അധ്യക്ഷനായിക്കൊണ്ട് ഭരണപരിഷ്കാര കമ്മീഷൻ രൂപീകരിക്കുകയാണ്. അങ്ങനെ ഈ ഭരണപരിഷ്കാര അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി, ഭരണപരിഷ്കാര കമ്മിറ്റി, ആ ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത തെരഞ്ഞെടുപ്പ്. അത് 1960 അതിൻ്റെ ഈ റിപ്പോർട്ട് വരികയാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1963 അടുത്ത തെരഞ്ഞെടുപ്പ്. അത് കേരളം ഒട്ടാകെ നടക്കുകയാണ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പഞ്ചായത്ത് വകുപ്പ്, മുനിസിപ്പൽ വകുപ്പ്, അങ്ങനെ ഉള്ള വകുപ്പുകളടക്കം രൂപീകരിക്കപ്പെടുകയാണ്. അതിനുശേഷം കേരളത്തിൻ്റെ ഈ രൂപീകരണത്തിന് ശേഷം നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പുകൾ, അതിൽ ഇപ്പോൾ ഞാനതിൻ്റെ മറ്റ് നാൾ വഴികളെല്ലാം പറഞ്ഞു പോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏതാണ്ടൊരു 30,000-ഓളം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടാവില്ലേ ഡോക്ടർ ലാലെ? ഒരു ഗ്രാമപഞ്ചായത്തിൽ സാധാരണഗതിയിൽ ഇപ്പോൾ 20, 21, 22 വാർഡുകളൊക്കെ വരുമ്പോൾ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ മാത്രം, പിന്നെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് 14 എടുത്ത് പിന്നെ നമ്മൾ മുനിസിപ്പാലിറ്റികൾ കഴിഞ്ഞ് നഗരസഭ തിരുവനന്തപുരമാണെങ്കിൽ 101 വാർഡുകളുള്ളതാണ്. 30,000-ഓളം, ഒരുപക്ഷെ അതിനുമപ്പുറം സ്ഥാനാർത്ഥികൾ. അത് 3 മുന്നണികളുടേത് മാത്രമല്ല, മറ്റ് ചിലപ്പോൾ ഏതെങ്കിലും ഈ രജിസ്റ്റേർഡ് പാർട്ടികളുടേതോ അത്തരത്തിലുള്ളത് മാത്രമല്ല, പ്രാദേശികമായ ഗ്രൂപ്പുകളുടെയും സ്വതന്ത്രരുടെയും ഒക്കെ അതിനകത്തുണ്ടാവാം സ്വാഭാവികമായി. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചിട്ടുള്ളത് ഒന്ന് വികസനം. ആ വികസനം എന്നത് ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള വികസനം എന്നതാണ്. വികസനം എന്ന് പറയുമ്പോൾ അത് ആർക്ക് വേണ്ടി എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. അത് ഈ ന്യൂ ലിബറൽ കാലത്ത് ഇത് കോർപ്പറേറ്റ് ഹൗസസിൻ്റെ വികസനത്തിന് വേണ്ടി മൊത്തം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടേതായ ദേശീയ വരുമാനത്തിൽ വലിയ വർധന ഉണ്ടായില്ലേ എന്നൊക്കെ അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമെങ്കിലും സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ എല്ലാം തൊഴിലും കൂലിയുമാണ് പ്രധാനപ്പെട്ടത്, അവരുടെ ജീവിതമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണം, അതിൻ്റെ ലാഭം വർദ്ധിപ്പിക്കൽ, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തൽ, ഇത്തരത്തിലുള്ള നിരവധി കാര്യം, ഇത് വളരെ വിശാലമായ അർത്ഥത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. നമുക്കൊരു മണിക്കൂർ കൊണ്ട് തീരുന്നൊരു കാര്യമല്ല. വ്യക്തമായ രാഷ്ട്രീയ നിലപാട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ച് ആ വികസനം എന്നുള്ളത്, ആ വികസനം അത് ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം. സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി അത്തരത്തിലൊരു സാമൂഹ്യക്ഷേമ പെൻഷൻ എന്നുള്ളത് 1980-82 കാലത്ത് VK നായനാരുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വെറും 45 രൂപ എന്ന് ഇന്ന് പറയാവുന്ന, അന്നത്തെ 45 രൂപ ചെറിയൊരു തുകയല്ല എന്നുള്ള കാര്യം കൂടി ഓർത്തു വേണം. അന്ന് ഈ ഒരു നേരത്തെ നമ്മളൊരു ഊണ്, ഈ തിരുവനന്തപുരം നഗരത്തിൽ ഒരു നേരത്തെ ഊണ് കഴിച്ചാൽ ഒരു പക്ഷേ ഒരു വെജിറ്റേറിയൻ ഊണിന് 75 അല്ലെങ്കിൽ 90 പൈസയ്ക്കപ്പുറമൊന്നും ഇല്ലാതിരുന്നൊരു കാലമാണ് ഞാനാ പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടലിലെ അവസ്ഥയാണ്.
അപ്പോൾ ഈ നമ്മൾ ഇന്ന് എത്തപ്പെട്ടിട്ടുള്ളത് ഇത് 2000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതും ഇവിടെ വീട്ടമ്മമാർക്കടക്കം അത്തരത്തിൽ ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ആ പരിധിയിലേക്ക് അവരെ അടക്കം കൊണ്ടുവരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിലൊക്കെ വിമർശനങ്ങൾ ഉണ്ടാവാം, സ്വാഭാവികമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളത് ഒരു പാർട്ടിയുടെ മുന്നണിയുടെ അവരുടെ ചുമതലയാണ്. പ്രകടന പത്രികയിൽ പലതും പറയും, അത് നടപ്പാക്കാനുള്ളതാണോ എന്ന് ചോദിക്കുന്നതായിട്ടുള്ള നേതാക്കന്മാരും ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വരും പോകും, പ്രകടന പത്രിക വരും പോകും, ഇതാര് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിക്കുന്നവരും ഇതെല്ലാം ഇങ്ങനെ നൽകുന്ന ഇതെല്ലാം കൈപ്പറ്റുന്നത് കൈക്കൂലി പോലെയാണെന്ന് ചോദിക്കുന്നവരും അതൊക്കെ തന്നെ ജനങ്ങളെ അത്തരത്തിൽ നമ്മൾ അപഹസിക്കരുത്. ഇവിടെ നാട്ടിൻ്റെ സമാധാനം എന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്കനുസരിച്ച് കേരള സംസ്ഥാനത്തെ ഉത്തരേന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് തന്നെ അക്കാര്യത്തിൽ ഒരു നിഷേധം പറയാനായി കഴിയില്ല. ഞാൻ വോട്ടറായിട്ടുള്ള തിരുവനന്തപുരം നഗരം എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതത്വമുള്ള 10 നഗരങ്ങളുടെ പട്ടികയിൽ ഈ തിരുവനന്തപുരത്തേക്കാൾ മഹാനഗരങ്ങൾ പലതുമുണ്ട് എന്നുള്ളതും പല കാര്യങ്ങളിലും തിരുവനന്തപുരത്തെ വെല്ലുന്നു എന്ന് പറയുന്ന നഗരങ്ങളുള്ളപ്പോഴും ഏറ്റവും സുരക്ഷിതത്വമുള്ള ദ മോസ്റ്റ് സേഫസ്റ്റ് സിറ്റീസ് എന്നുള്ളതിലെ 10 എടുത്താൽ ഒരെണ്ണം അത് തിരുവനന്തപുരമാണ് എന്നുള്ളത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 150 നഗരങ്ങളെ എടുത്താൽ അത്തരത്തിലൊരു നഗരം എന്നുള്ള ഖ്യാതിയിലേക്ക് തിരുവനന്തപുരം എത്തി എന്നുള്ളതും കൊച്ചി കാണേണ്ടുന്നതായ നഗരമാണ് എന്നുള്ളതും കോഴിക്കോട് എന്നുള്ളത് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള നിരവധി അത്തരത്തിലുള്ള ഈ എല്ലാവരും ഒത്തൊരുമയോടെ അത്തരത്തിൽ ചേരുന്നതായിട്ടുള്ളൊരു നഗരം എന്നുള്ളതും ഗ്രാമങ്ങൾ എന്നുള്ളതെല്ലാം ഇത് കേരളത്തെ സംബന്ധിച്ച് ലോകം, ഞാനിപ്പോൾ LDF ഭരിക്കുന്നോ UDF ഭരിക്കുന്നോ അല്ല NDA ഇതിനെല്ലാം വിമർശിക്കുന്നോ എന്നുള്ളതെല്ലാം മാറ്റിവെക്കുകയാണ്. ഞാനൊരു വെറും കേരളീയൻ എന്നുള്ള നിലയിൽ നിന്ന് പറയട്ടെ, ലോകത്തെവിടെ പോയിരുന്നാലും കേരളം കാണേണ്ടതായ ഒരു നാടാണ്, കേരളീയരെ അറിയേണ്ടതായ ഒരു ജനതയാണ്, കേരളത്തിൻ്റെ ഭക്ഷണം അത് ആസ്വദിക്കേണ്ടതാണ് എന്നുള്ളത് ഏറ്റവും ഒടുവിൽ ഞാനെന്ന് പറയാം. അടുത്തിപ്പോൾ ഇതിനകത്ത് ശ്രീ ഷാജി രാഘവൻ ഇതിനകത്ത് പങ്കെടുക്കുകയാണല്ലോ. ഒരറിയപ്പെടുന്ന ചില RSS നേതാക്കന്മാർ കേരളം സന്ദർശിച്ചു. കേരളം സന്ദർശിച്ചതിന് ശേഷം അവർ യാത്ര ചെയ്ത പല സ്ഥലങ്ങളിലും പോയതിന് ശേഷം അവരോടൊപ്പം പോയ ചില ആളുകൾ ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് പങ്കുവയ്ക്കുകയുണ്ടായി. എന്തായിരുന്നു അവർക്ക് കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തെക്കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണ എന്നുള്ളതും കേരളത്തെ വന്ന് കണ്ട് അറിഞ്ഞതിന് ശേഷം ഓഫ് കോഴ്സ് നമ്മുടെ രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയം അങ്ങനെ തന്നെ ഉണ്ടാവുകയും വേണം. കാരണം ഈ രാഷ്ട്രീയമാണ് ജനാധിപത്യ പ്രക്രിയയിലെ അടിസ്ഥാന ഘടകം. ആ രാഷ്ട്രീയം എന്ന് അപ്രത്യക്ഷമാകുന്നോ, ആ രാഷ്ട്രീയം അവിടെ കടന്നു വരുന്നുവോ, അങ്ങനെ വന്നാൽ ജനങ്ങൾക്ക് ജീവജലം അങ്ങനെ ഒഴുകുന്നതായിട്ടുള്ള കുഴലുകൾ വാക്വമായാൽ ആ വാക്വം എന്തിനെയൊക്കെയാണോ നമ്മളൊരു ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് പോലെ, ബ്ലാക്ക് ഹോൾ തിയറിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഞാനൊരു അസ്ട്രോണമിയൊക്കെ പഠിച്ചൊരു പഴയ വിദ്യാർത്ഥിയൊന്നും അല്ല, എങ്കിലും പറയുകയാണ്, ഈ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മാലിന്യങ്ങളെല്ലാം ഇങ്ങനെ വലിച്ചെടുക്കുന്നത് പോലെ വന്നാൽ സമൂഹത്തിന് അപകടകരമായ നിലയിലേക്ക് പോകും. ഈ നാടിനെ അരാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടി ബോധപൂർവം പലയിടങ്ങളിലും ശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മൾ 3 മുന്നണികളും ആ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. പരസ്പരം നമുക്ക് വിലയിരുത്തലുകളും വിമർശനങ്ങളും എല്ലാം ഉണ്ടാവട്ടെ, അത് ഉണ്ടാവുകയും വേണം. അത് ആരോഗ്യകരമായൊരു മത്സരത്തിലേക്ക് തന്നെ അത്തരം കാര്യങ്ങൾ പോകണം. കേരളത്തിൽ 5 കൊല്ലം കൂടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായി നടക്കുമ്പോഴും ഒരു കാര്യം ശ്രീ ഷാജി രാഘവൻ അടുത്തങ്ങാണല്ലോ പറയുക എന്നുള്ളത്, മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായിട്ടുള്ള മുംബൈയിൽ ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് വർഷം എത്രയായി എന്നും അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട മേയർ അധികാരത്തിൽ വന്നിട്ട് എത്ര വർഷമായി എന്നും ഒന്ന് BJPയുടെ നേതൃത്വത്തോട് തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഇന്ത്യയുടെ ഭരണഘടനയിൽ അത്തരത്തിൽ ഉറപ്പ് നൽകിയിട്ടുള്ള ഇന്ന് സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ രാഷ്ട്രം എന്നുള്ളത്, ഗവൺമെൻറ് എന്നുള്ളതിൻ്റെ ഭാഗം ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റാണ് അത്തരത്തിലുള്ള കാര്യം. അല്ലാതെ വെറും പഞ്ചായത്ത് എന്നുള്ള നിലയിലേക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. എക്സിക്യൂട്ടീവ് അധികാരം കൈയാളുകയാണ്. കേരളത്തിലെ സംസ്ഥാന സർക്കാരുകൾ കൈകാര്യം ചെയ്തിരുന്ന അവരുടേതായിട്ടുള്ള ബഡ്ജറ്ററി വിഹിതത്തിൻ്റെ 40% പഞ്ചായത്ത് രാജ് സംവിധാനത്തിലുള്ള അത്തരത്തിൽ കൈമാറ്റം ചെയ്ത സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് കൂടിയാണ് എന്നതും നാം മറന്നു പോകും.